നമസ്കാരം. തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിച്ചുവെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ വലിയ മത്സരം തന്നെ, കടുത്ത മത്സരം തന്നെ കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടാകും എന്ന് പ്രവചിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ. കോൺഗ്രസും BJPയും തമ്മിലായിരിക്കും കടുത്ത മത്സരം ഉണ്ടാകാൻ പോകുന്നത്. ഇരു പാർട്ടികളും പകുതി സീറ്റുകൾ വീതം സ്വന്തമാക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തെലങ്കാനയിലെ RTVയോടായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ ഈ ശ്രദ്ധേയമായ പ്രതികരണം ഉണ്ടായത്. BRSന്റെയും K ചന്ദ്രശേഖർ റാവുവിന്റെയും കോട്ടയായിരുന്നു തെലങ്കാന എന്ന് നമുക്കറിയാം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടതോടുകൂടി സംസ്ഥാനത്ത് പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലായി മാറിയിരിക്കുകയാണ്. അവിടെ BRS എന്ന പാർട്ടി വളരെ ദുർബലമാണ്. ഒരുപക്ഷെ ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. BJPയോ കോൺഗ്രസോ 2 സീറ്റ് കൂടുതൽ നേടാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം തെലങ്കാനയിൽ 17 ലോക്സഭാ സീറ്റുകളാണുള്ളത്. BJPയോ കോൺഗ്രസോ 2 സീറ്റ് എങ്കിലും കൂടുതൽ നേടാൻ സാധ്യതയുണ്ട് 2019 എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ 4 സീറ്റുകൾ നേടി BJP എല്ലാവരെയും ഞെട്ടിച്ച സംസ്ഥാനം കൂടിയായിരുന്നു തെലങ്കാന. 20% വോട്ട് വിഹിതം സ്വന്തമാക്കാനും BJPക്ക് സാധിച്ചിരുന്നു. 6 മുതൽ 9 വരെ സീറ്റുകൾ BJP ഇക്കുറി നേടാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത്. സാധാരണയായി താൻ സീറ്റുകളുടെ എണ്ണം ഒന്നും അങ്ങനെ പ്രവചിക്കാറില്ല. എന്നാൽ തെലങ്കാനയിൽ BJPയും കോൺഗ്രസും 9 സീറ്റുകൾക്കിടയിൽ നേടിയേക്കും എന്നുകൂടി പ്രശാന്ത് കിഷോർ വ്യക്തമാക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BRS വെറും 39 സീറ്റുകളാണ് നേടിയത്. എന്നാൽ രേവന്ത് റെഡ്ഡിയുടെ മികവിൽ കോൺഗ്രസിന് അവിടെ 64 സീറ്റുകൾ നേടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർ തെലങ്കാനയിൽ ആദ്യമായി അധികാരത്തിൽ എത്തുകയും ചെയ്തു. 39.40% വോട്ടാണ് പാർട്ടിക്ക് ആ സമയത്ത് ലഭിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 10% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് തെലങ്കാനയിൽ സാധിച്ചിരുന്നു. അതേസമയം ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി വലിയ പരാജയം നേരിടും എന്നതിന്റെ സൂചനകൾ കൂടി പ്രശാന്ത് കിഷോർ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല ഒഡീഷയിൽ BJP കൂടുതൽ സീറ്റുകൾ നേടും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പ്രവചിച്ചതാണ്, ഈ ഒഡീഷയിലെയും ആന്ധ്രയിലെയും കാര്യം. BJP തെലങ്കാനയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നതിന്റെ ചില സൂചനകൾ കേന്ദ്ര നേതൃത്വത്തിനും മുൻപ് തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പല ചർച്ചകളിലും അല്ലെങ്കിൽ പല അഭിമുഖങ്ങളിലും അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതും. നമുക്കറിയാം മിഷൻ സൗത്ത് എന്നുള്ള BJPയുടെ ഒരു വലിയ സ്വപ്നമുണ്ട്. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറുക എന്നുള്ള വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം, ഈ മിഷൻ സൗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഫലം BJP കൊയ്യാൻ പോകുന്ന സംസ്ഥാനവും തെലങ്കാന തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.